നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ശ്വേത മേനോൻ. അനശ്വരം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ശ്വേത പിന്നീട് മുംബൈ ഫാഷൻ ലോകത്തും ബോളിവുഡ് സിനിമകളിലും ശ്രദ്ധ നൽകി. പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് ശ്വേത മലയാളത്തിലേക്ക് കടന്നു വരുന്നത്. ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ശ്വേതയെ തേടി വന്നു. പാലേരി മാണിക്യം, അതുപോലെ സോൾട്ട് ആൻഡ് പെപ്പർ, ഒഴിമുറി, ഇത്രമാത്രം, രതിനിർവേദം തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷം ശ്വേതയ്ക്ക് ലഭിച്ചു. കുടുംബജീവിതത്തിനും നടി ശ്രദ്ധ നൽകുന്നുണ്ട്. മലയാള സിനിമയിൽ ഇപ്പോൾ സജീവമായ ശ്വേത സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നൽകാറുണ്ട്. അടുത്തിടെ റിലീസ് ചെയ്ത നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന സീരീസിൽ നടി ശ്രദ്ധേയമായ വേഷം ചെയ്തു. തനിക്ക് അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ശ്വേത തുറന്നു പറഞ്ഞത്. മുംബൈയിലാണ് ശ്വേത കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. അതേസമയം കരിയറിൽ വലിയ വിവാദങ്ങളിൽ ശ്വേത മേനോൻ അകപ്പെട്ടിട്ടുണ്ട്. കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഇതിനേക്കാൾ വലിയ പ്രശ്നമായിരുന്നു കളിമണ്ണ് എന്ന സിനിമയിൽ സ്വന്തം പ്രസവം ചിത്രീകരിക്കാൻ ശ്വേത തയ്യാറായത്. അന്ന് കേരളത്തിലുണ്ടായ പ്രതിഷേധവും ചർച്ചകളും ചെറുതല്ല. ശ്വേതയ്ക്ക് നേരെ വ്യാപക ആക്ഷേപങ്ങളും അന്ന് വന്നു. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ശ്വേത മുന്നോട്ട് പോയി. മകളെ ലൈംലൈറ്റിൽ നിന്നും മാറ്റി നിർത്തിയാണ് ശ്വേത വളർത്തുന്നത്. ഇപ്പോഴിതാ മകളെക്കുറിച്ചും കളിമണ്ണ് എന്ന സിനിമയെക്കുറിച്ചും ശ്വേത പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഓട്ടോബയോഗ്രഫിയാണെന്ന് പറയാം. എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. എനിക്ക് എൻ്റെ മകൾക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് നിമിഷങ്ങൾ. 16 വയസ്സാകുമ്പോൾ ആ ഹാർഡ് ഡിസ്ക് നിനക്ക് സമ്മാനമായി തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ നൊന്ത് പ്രസവിക്കുമ്പോഴുള്ള ഇമോഷനുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മാതാപിതാക്കളിൽ നിന്നും അകൽച്ച കാണിക്കുന്നു. എല്ലാവരും അവരുടേതായ തിരക്കിലും സ്ട്രെസ്സിലുമാണ്. അതിനിടയിൽ അവൾ പാരന്റിന്റെ ഇമോഷൻ അവൾ അറിയണം. കൊട്ടിയാഘോഷിച്ച് ഇന്റർനാഷണൽ ലെവലിൽ ന്യൂസ് ഉണ്ടാക്കിയാണ് അവൾ ഈ ലോകത്തേക്ക് വന്നത്. അവൾക്ക് 10 ദിവസമാകുമ്പോൾ മകളുടെ മേൽ കേസുണ്ടായിരുന്നു. അവളുടെ സ്വകാര്യത വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അവൾക്കൊരു ചമ്മലാണ്. എല്ലാവരും അവളോട് ലാലിക്കുട്ടിയാണോ എന്ന് ചോദിക്കും. അവൾക്കതൊരു എംബറസ്മെന്റ് ആണ്. അതൊരു ഘട്ടമാണ്. അവൾക്ക് വളരെ അഭിമാനമുണ്ട്. എൻ്റെ പാട്ട് കാണുമ്പോഴും വയറ് കാണുമ്പോൾ അമ്മയുടെ വയറിൽ ഞാനാണെന്ന് പറയും. അതൊരു മനോഹര നിമിഷമാണെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. താൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഘട്ടമാണത്. ആ സമയത്ത് ഭർത്താവിൻ്റെ സാമീപ്യം അത്യാവശ്യമാണെന്നും ശ്വേത വ്യക്തമാക്കി. സിനിമാ രംഗത്ത് ശ്വേത ഇപ്പോൾ സജീവമായി അങ്ങനെ കാണാറുമില്ല. എന്തായാലും താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.